ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി കേട്ടോ. അപ്പോൾ ചെറിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ സീരിയസ് ആയിട്ട് SSC, CGL, CHSL, RRB, NTPC പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ അതിലൊരു ഭൂരിഭാഗം പേർക്കും കുറച്ച് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഇപ്പോഴും ഒരു ശരിയാവാത്തൊരു ടോപ്പിക്കായിരിക്കും എന്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ്. അപ്പോൾ അങ്ങനെ ആ ഒരു വീക്കായിട്ട് നിൽക്കുന്ന, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കല്ല, അങ്ങനെ വീക്കായിട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ SSC എക്സാമിന് ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ഒരു ബിഗിനർ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ SSC മലയാളിയുടെ ഫ്രീ ഓഫ്ലൈൻ മാത്സ് വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതായത് ഈ വരുന്ന ജൂൺ 20, 21 തീയതികളിൽ SSC മലയാളി കാലിക്കറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീ ഓഫ്ലൈൻ മാത്സ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ അതിൽ നമുക്കറിയാം ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ വർക്ക്ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതായത് വെറും 80 ആണ് നമ്മുടെ ക്ലാസ്സിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം പോയിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 80 പേർക്കായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ വെറുതെ രജിസ്റ്റർ ചെയ്ത് ബാക്കിയുള്ളവരുടെ അവസരം കൊളാക്കുന്നത് ചില ആളുകൾ അങ്ങനെയുണ്ട്. വെറുതെ എന്ത് കണ്ടാലും പോയി രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് പരിപാടിക്ക് വരില്ല. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ, അതായത് 200 രൂപ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് വെക്കുന്നുണ്ട്. ഈ വരുന്ന 2 ദിവസം ജൂൺ 20, 21 അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി അത് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ അത് ക്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ഈ ഒരു സംഭവം ഒഴിവാക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ 200 രൂപ വെക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ പേര് സഫ്ദർ ഹാഷ്മി, SSC മലയാളിയുടെ ഒരു ഫൗണ്ടറാണ് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്താ, അപ്പോൾ ഞാൻ പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ്, ഈ ക്ലാസ് ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അല്ലാതെ നമ്മൾ മാത്സ് ഓൾറെഡി പഠിച്ച് ഒരു ലെവലെത്തിയ ആളുകൾക്ക് ഈ ക്ലാസ് ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആളുകൾക്ക് 2 ദിവസം ഇത് ഒരു യൂസും ഉണ്ടാവില്ല. ഇത് ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോഴും മാത്സ്, അതായത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് മാത്സ് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാത്സിന് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മാത്സിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമുക്കറിയാം കുറഞ്ഞ സമയം കൂടുതൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്ക് കൂടുതൽ സമയം എടുക്കുന്ന 2 ടോപ്പിക്കാണ് മാത്സും റീസണിങ്ങുമാണ്. അത് മാത്സ് നിങ്ങൾ സെറ്റായാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസണിങ്ങും നിങ്ങളുടെ എന്താവും, റെഡി ആയിട്ട് പോകും. അപ്പോൾ മാത്സ് ആണ് നമ്മൾ പലപ്പോഴും നമുക്ക് സമയം ശരിയാക്കാൻ വേണ്ടി റെഡി ആക്കേണ്ടത് മാത്സ് ആണ്. അപ്പോൾ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മാത്സിൽ ടോപ്പിക്സ് കാര്യങ്ങളുള്ളത്, കംപ്ലീറ്റ്ലി 2 ദിവസം കൊണ്ട് മാത്സ് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. ഒരിക്കലും 2 ദിവസം കൊണ്ടൊന്ന് മാത്സ് തീർക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് മാത്സിന്, അല്ലെങ്കിൽ മാത്സ് എന്താണ്, മാത്സ് വലിയ സംഭവമുള്ളൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി മാറ്റിയാൽ മാത്രം, അതായത് ആ രീതി എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ള കാര്യങ്ങളും ആണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിഗിന്നേഴ്സിന് വേണ്ടി മാത്രമല്ല. എല്ലാവരും പോയിട്ട് വെറുതെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് സമയം കളയണ്ട. അതുപോലെ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 80 പേർക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 80 പേരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ കോൺടാക്ട് ചെയ്യുന്നതിന് മാത്രം അത് പങ്കെടുക്കുക കേട്ടോ. ഇത് സക്സസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് വേറെ ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വേറൊരു ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഇത് ജസ്റ്റ് ഓഫ്ലൈൻ ആണ്, ഓൺലി 80 പീപ്പിൾ. ഓക്കെ, അപ്പോൾ സമയം കളയേണ്ട, വേഗം തന്നെ താഴെ പോയിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. താങ്ക് യു.